അപ്പോ ഹസ്ബൻഡ്? ഞാൻ ഡിവോഴ്സ്ഡ് ചേച്ചി. എല്ലായിടത്തെ അവസ്ഥ ഇതൊക്കെ തന്നെ. എന്താ ചേച്ചി? മാരേജ് എന്ന് പറയുന്നത് തന്നെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലും ട്രസ്റ്റിൻ്റെയും ബേസിസിൽ പോകേണ്ട ഒരു കാര്യമാണ്. അതിലിപ്പോൾ നമ്മുടെ പ്രൈവസിയും അതുപോലെ തന്നെ ഫ്രീഡം സാക്രിഫൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുമ്പോട്ട് പോകുന്ന കാര്യമില്ല. എൻ്റെ ഡിവോഴ്സിൻ്റെ കാര്യം ട്രസ്റ്റ് ഇഷ്യൂ ഒന്നും അല്ലായിരുന്നു ചേച്ചി. ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു പാർട്ട്ണർ എന്ന് പറയുമ്പം എന്നെ കെയർ ചെയ്യുന്ന അല്ലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഞാൻ മാക്സിമം ശ്രമിച്ചു. പറ്റാതായപ്പോഴാണ് ഞാൻ പിന്നെ ഡിവോഴ്സിന് കൊടുത്തത്. പക്ഷെ ദിവ്യ, ഈ കെയറിങ്ങും സപ്പോർട്ടിങ്ങും ഒക്കെ ഒരു പരിധി കഴിയുമ്പം ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നും. എൻ്റെ കാര്യത്തിൽ ഇപ്പം അതാ സിറ്റുവേഷൻ. പക്ഷെ ചേച്ചി, ഈ പറയുന്ന സപ്പോർട്ടും സ്നേഹവും നമുക്ക് കിട്ടാതെ വരുമ്പോഴേ നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവത്തുള്ളൂ. അതിവിടെ ദിവ്യ, ഇത് ഫുൾ ടൈം ജോബാ? അല്ല ചേച്ചി, ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ഇത് പാർട്ട് ടൈമാണ്. രാത്രി ഈ ഒറ്റയ്ക്ക് പോകുമ്പോൾ പേടിയില്ല? രാത്രിയിൽ ഇറങ്ങാൻ പേടിയുള്ള ഒരാളായിരുന്നു ചേച്ചി ഞാൻ. പിന്നെ ആ പേടിയോണ്ടിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നോക്കണ്ടേ. ഇതൊന്ന് ശീലമായി. പിന്നെ ആരോ ഒരാൾ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. കുഴപ്പമില്ലടോ, എല്ലാം ശരിയാവും. ശരിയാവുമായിരിക്കും. അയ്യോ ചേച്ചി, സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ ഇറങ്ങട്ടെ. എന്നാ ശരി ചേച്ചി. ഓക്കെ. ഇന്നും അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണോ വരുന്നേ? അതൊക്കെ അറിയാലോ. നിന്നെ വേണ്ടാന്ന് പറഞ്ഞ് അവള് ഡിവോഴ്സ് ചെയ്തിട്ട് പോയതല്ലേ, പിന്നെ എന്തിനാ നീ അവിടെ പുറകെ നടക്കുന്നത്? ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞ് അവൾ എന്റെ കുഞ്ഞിന്റെ അമ്മയല്ലാതാകുന്നില്ലല്ലോ. ഇരുട്ടിനെ പേടിയുള്ള അവൾ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയിട്ടായിരിക്കും ജോലിക്ക് പോകുന്നത്. അപ്പൊ അവളുടെ സേഫ്റ്റി ഉറപ്പാക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ. അത് അവള് മനസ്സിലാക്കുന്നില്ല. അതിനിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല.